ഒരു ഡബിൾ ഇയറിംഗ് ഹെൽമെറ്റ് വാങ്ങിക്കുക, യൂസ് ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. അത് സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഒരു ഡബിൾ ഇയറിംഗ് ഹെൽമെറ്റ് വാങ്ങിക്കുന്നത് തന്നെയാണ്. ഈ ഒരു ക്വിക്ക് റിലീസ് സിസ്റ്റമുള്ള ഹെൽമെറ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ് നിങ്ങൾക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഹെൽമെറ്റ് എവിടെ നിന്ന് വാങ്ങിക്കാം എന്നുള്ളതാണ്. നമുക്ക് ഒന്നുകിൽ ഓൺലൈൻ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പിൽ പോയി വാങ്ങിക്കാം. ഞാൻ പറയുന്ന ഒരു കാര്യം, ഏത് ഹെൽമെറ്റ് നിങ്ങൾ വാങ്ങിച്ചാലും നിങ്ങൾ അത് ഫിസിക്കലി ഇട്ട് നോക്കാതെ ഒരിക്കലും വാങ്ങിക്കരുത്. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയ ഷോപ്പിലെല്ലാം ഈ ഒരു ഹെൽമെറ്റിന്റെ ലാർജും അതുപോലെ തന്നെ മീഡിയവും മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ സൈസ്. ഇപ്പോൾ എൻ്റെ ഹെൽമെറ്റ് MTയുടെ റിവെഞ്ച് 2 ആണ്. ട്രൈ ചെയ്തപ്പോഴത്തേക്കും ഇത് രണ്ടും മിനിമം മീഡിയവും എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്മോളും കൂടെ ട്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ ഈ ഒരു പുറകിൽ കാണുന്ന ഈ ഒരു ഹെൽമെറ്റിന്റെ ആ കാണുന്ന ഒരു ഗ്രാഫിക്സ് അല്ലാതെ വേറൊരു ഗ്രാഫിക്സ് സ്മോൾ സൈസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഇട്ട് നോക്കിയപ്പോൾ എനിക്കത് കറക്റ്റായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് സ്മോൾ സൈസ് തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോയ ഷോപ്പിലെ ആ ഒരു സെയിൽസ്മാൻ എൻ്റെ അടുത്ത് പല രീതിയിൽ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ആ മീഡിയം സൈസ് എടുപ്പിക്കാൻ നോക്കി. ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത പോലെ അയാൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പുള്ളി പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഒരു മീഡിയം സൈസ് ഹെൽമെറ്റ് എന്നെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കി. പക്ഷെ ഞാനത് വാങ്ങിച്ചില്ല. ഞാൻ എടുത്ത തീരുമാനം കറക്റ്റാണെന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം.